നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന് തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ CBI രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശിവകുമാർ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. കർണാടക ഹൈക്കോടതിയുടെ വിധിയിൽ ഇടപെടൽ താൽപര്യമില്ലെന്നായിരുന്നു കോടതിയുടെ നിലപാട്. ജസ്റ്റിസ് ബേല എം ത്രിവേദി, SC ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയിരിക്കുന്നത്. 2023 ഒക്ടോബറിൽ കേസ് റദ്ദാക്കണമെന്ന് ഡി.കെ. ശിവകുമാറിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസ് അന്വേഷണം പൂർത്തിയാക്കി 3 മാസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി CBIക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. 2020 സെപ്റ്റംബർ 3-ന് CBI FIR രജിസ്റ്റർ ചെയ്ത കേസിൽ ഡി.കെ. ശിവകുമാർ വർഷങ്ങളായി നിയമ പോരാട്ടത്തിലാണ്. 2021-ൽ ഹൈക്കോടതിയിൽ CBI കേസ് ചോദ്യം ചെയ്തെങ്കിലും തിരിച്ചടിയേറ്റിരുന്നു. CBI കേസ് റദ്ദാക്കണമെന്ന ശിവകുമാറിന്റെ ഹർജി 2023 ഒക്ടോബർ 19-ന് കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു. ഈ ഉത്തരവിനെതിരെയാണ് ഡി.കെ. ശിവകുമാർ ഹർജിയുമായി സുപ്രീം കോടതിയിലെത്തിയത്. 2013-നും 2018-നും ഇടയിൽ ഡി.കെ. ശിവകുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് CBI രജിസ്റ്റർ ചെയ്ത കേസ്. ഈ കാലയളവിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൽ മന്ത്രിയായിരുന്നു ഡി.കെ. ശിവകുമാർ. മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണ് അധികാര ദുർവിനിയോഗത്തിലൂടെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്നതാണ് ഡി.കെ. ശിവകുമാറിനെതിരായ പ്രധാന ആരോപണം. കേസിൽ ശിവകുമാറിന് തീഹാർ ജയിലിൽ കിടക്കേണ്ടിയും വന്നിരുന്നു. പിന്നീട് പുറത്തിറങ്ങിയാണ് കർണാടക തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും ജയിച്ച് ഉപമുഖ്യമന്ത്രിയായതും.